എറണാകുളം പറവൂരിൽ പോലീസ് മർദ്ദനമേറ്റ യുവാവ് നിയമ നടപടികൾക്കൊരുങ്ങുകയാണ്. ഞായറാഴ്ച വൈകിട്ടാണ് പറവൂർ പട്ടണത്ത് വഴിയരികിൽ നിന്നയാളെ വടക്കേക്കര പോലീസ് മർദ്ദിച്ച് അകാരണമായി കസ്റ്റഡിയിലെടുത്തത്. കൈക്ക് പരിക്കേറ്റ പാടത്ത് പറമ്പിൽ ശിവപ്രസാദ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയിരിക്കുകയാണ്. പറവൂർ പട്ടണ സ്വദേശി ശിവപ്രസാദ് വീടിനടുത്തുള്ള വഴിയരികിൽ നിൽക്കുമ്പോൾ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മറ്റൊരാളെ കസ്റ്റഡിയിലെടുക്കാനാണ് വടക്കേക്കര പോലീസ് എത്തിയത്. ഇതിനിടെ ശിവപ്രസാദിനോടും ജീപ്പിലേക്ക് കയറാൻ പറയുകയായിരുന്നു. തന്നെ എന്തിനാണ് കസ്റ്റഡിയിലെടുക്കുന്നതെന്നും എന്ത് തെറ്റാണ് ചെയ്തതെന്നും ചോദിച്ചപ്പോഴാണ് പിന്നിൽ നിന്ന് തോളി ഇടിച്ചതെന്നും ശിവപ്രസാദ് പറഞ്ഞു. ഞായറാഴ്ച വൈകിട്ട് 6:30യോടെയായിരുന്നു സംഭവം. ജീപ്പിൽ വെച്ചും അസഭ്യവർഷമാണ് പോലീസ് നടത്തിയത്. തിരിച്ചറിയൽ രേഖകൾ വാങ്ങി വിട്ടയച്ചെങ്കിലും തോളിലെ പരിക്കിനെ തുടർന്ന് പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു. എൻ്റെ സ്കൂട്ടർ എടുത്തിട്ട് പോകാൻ പോയപ്പോൾ ആ ജീപ്പിൽ നിന്ന് ഡ്രൈവർ ഇറങ്ങിക്കൊണ്ട് താക്കോല് മേടിച്ചെടുത്ത് ഞാൻ പറഞ്ഞു, സാറേ എന്നെ എന്തിനാണ് പിടിക്കണമെന്ന് ചോദിച്ചിട്ട് നീയും കയറണം, നീയും വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു കേസില്ല, ഒന്നുമില്ലാത്ത ആളാണ്, പിന്നെ നിങ്ങൾ എന്നെ കൊണ്ടുവരാൻ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ കഞ്ചാവ് ഇടത്തലുള്ളതിൻ്റെ ജോലി, നിൻ്റെ വണ്ടിയിൽ കഞ്ചാവിനെ പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വണ്ടി. ഞാൻ പറഞ്ഞു, സാർ പരിശോധിച്ചു, അല്ലെങ്കിൽ കൂടെ അന്വേഷിച്ചു, ഞാൻ അങ്ങനെ എത്രക്കാരനാണെന്ന് സാർ അന്വേഷിച്ച് അറിയാൻ പറ്റും, ഞാൻ ആ പരിപാടിക്കൊന്നും നിൽക്കാത്ത ആളാണ്. മറ്റയാളെ പിടിച്ച് വണ്ടി കയറ്റി. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ പുറയിൽ വന്നിട്ട് എന്നെ 2 ഇടി ഇവിടെ ഇടിച്ചുകൊണ്ട് ഇത് വണ്ടി കയറ്റി, നിന്നെ അവിടെ കൊണ്ടുപോയിട്ട് പറഞ്ഞു തരാടാന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ഈ സ്റ്റേഷനിൽ എത്തണ വരെ അനാവശ്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ലഹരിക്കടത്തുകാരനെന്ന് ആക്ഷേപിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികളിലേക്ക് നീങ്ങുകയാണ് ശിവപ്രസാദ്. SP-ക്കും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും അടക്കം പരാതികൾ നൽകുമെന്ന് ശിവപ്രസാദിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ KR പറഞ്ഞു. ഒരു നിരപരാധിയെ ശിക്ഷിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ബാധ്യത ഓരോ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉണ്ടെന്നിരിക്കെ ഇത്തരത്തിലുള്ള നടപടികൾ ഒരിക്കലും വെച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇതിനെതിരെ ഉചിതമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ട നടപടികൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. പോലീസ് മർദ്ദനങ്ങൾ തുടർക്കഥയാകുമ്പോഴാണ് വടക്കേക്കര പോലീസിനെതിരെയും പരാതികൾ ഉയരുന്നത്. ജനം, കൊച്ചി.